ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് മീഷോന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഷോർട്ട് കുർത്തീസാണ് കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ലോങ് കുർത്തീസിൻ്റെ ഹോള് കണ്ടിട്ടുണ്ട്, റാൻഡം ആയിട്ടുള്ള ക്ലോത്തിങ് ഹോൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് പെർട്ടിക്കുലർലി ഷോർട്ട് കുർത്തീൻ്റെ ഹോളാണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഷോർട്ട് കുർത്തി ഹോൾ. കുറച്ച് എന്ന് പറയാൻ ഒരു 4 എണ്ണേ ഉള്ളൂ കേട്ടോ. 4 എണ്ണേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. അത് ഞാൻ വാഷ് ചെയ്ത് അത് ഓക്കെ ക്വാളിറ്റിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരു ഹോളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഞാൻ ഇപ്രാവശ്യം ഷോർട്ട് കുർത്തീസ് പർച്ചേസ് ചെയ്യാൻ നേരത്ത് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് കുറച്ചധികം തപ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മീഷോയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം, റിവ്യൂ ഫോട്ടോ ഉള്ളത് മാത്രം പർച്ചേസ് ചെയ്യുക. റിവ്യൂ ഫോട്ടോ നോക്കിയാൽ തന്നെ കുറച്ച് ക്വാളിറ്റി എങ്ങനെയുണ്ട്, മെറ്റീരിയൽ എങ്ങനെയാണ്, പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ തന്നെയാണോ വരുന്നതെന്നൊക്കെ നമുക്ക് കുറച്ചൊരു ധാരണ കിട്ടും. അപ്പോൾ എപ്പോഴും റിവ്യൂ ഫോട്ടോ ഉള്ളത് നോക്കിയെടുക്കുക. ഇപ്പം നമ്മളൊരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമ്മൾ സെർച്ച് ചെയ്തു, അതിൽ റിവ്യൂ ഫോട്ടോ ഇല്ലെങ്കിൽ അതിൽ സിമിലർ പ്രൊഡക്ട്സിൽ ആ ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെ വേറെ സെല്ലറിൻ്റെ ആയിട്ട് കിടക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അതൊക്കെയാണ് മീഷോയിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കുർത്തീസും നല്ല അഫോർഡബിൾ ആണ്. എല്ലാം ഒരു ബിലോ 300 റേഞ്ചാണ് കേട്ടോ. ഒരെണ്ണം മാത്രമാണ് ഒരു എബവ് ഒരു 300 റേഞ്ച് വരുന്നത്, അതും ബിലോ 350 ആണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്ന എല്ലാ കുർത്തീസും ബിലോ 350 ഉള്ള കുർത്തീസാണ്. എല്ലാന്നൊന്നും പറയാനില്ല, 4 എണ്ണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ കാണിക്കാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇതൊരു ഫ്ലോറലല്ല, ഒരു മൾട്ടി ആയിട്ട് വരുന്ന, ഇതൊരു അസിമെട്രിക്കലാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് അസിമെട്രിക്കൽ ഇൻ ദ സെൻസ് അത് ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പാണ് അതിൻ്റെ അടിയിൽ വരുന്നത്. ഫ്രണ്ട് പോർഷൻ ലെങ്ത്ത് കുറഞ്ഞും ബാക്ക് പോർഷൻ കുറച്ചുകൂടെ ലെങ്ത് ആയിട്ടും അടിയിൽ ഫുള്ളായിട്ട് ഈ ഒരു പോം ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ഉണ്ടോ കൊടുത്തേക്കുന്നത് നല്ല അടിപൊളി ഒരു കുർത്തിയാണ്. ഇതിൻ്റെ കൈ ആണെങ്കിലും സാധാ പോലെ കണ്ടോ കുറച്ച് ഫ്ലെയേർഡ് പാറ്റേണിൽ വരുന്നതാണ്. ഞാൻ മീഡിയം ആണ് എടുത്തേക്കുന്നത്, ഓൾട്ടർ ചെയ്തിട്ടില്ല. ആസ് സച്ച് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്കായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഫോട്ടോ ആഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്ന ഒരു ഷോർട്ട് കുർത്തി. നല്ല മെറ്റീരിയലാണ്, സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഞാൻ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ട്, വാഷ് ചെയ്തിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല, കളറൊന്നും ഇളകുന്നില്ല. നല്ലൊരു കുഴഞ്ഞു കിടക്കുന്ന ക്ലോത്ത് എന്ന് പറയുന്നില്ലേ, അങ്ങനത്തെ ഒരെണ്ണമാണ്. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 324 ആണ്. 324ൻ്റെ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് ഡബിൾ ക്വാളിറ്റി അല്ലെങ്കിൽ ട്രിപ്പിൾ ക്വാളിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി വന്നിട്ട്. സെക്കൻഡ് വൺ വന്നിട്ട് നമ്മൾ സാധാ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ഓഫ് കുർത്തി വിത്ത് ഒരു വീനൊക്കെ ആയിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ സ്ട്രൈപ്സ് ഒക്കെ ആയിട്ടൊരു കുർത്തിയാണ്. ഇത് സൈഡ് സ്ലിറ്റ് ഉള്ളതാണ് കേട്ടോ. ചെറിയൊരു സൈഡ് സ്ലിറ്റോട് കൂടി വരുന്ന ഒരു എ ലൈൻ കുർത്തിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതും കോട്ടൺ മെറ്റീരിയലാണ്, അടിപൊളിയായിട്ട് വരുന്നൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ജസ്റ്റ് 221 റുപ്പീസാണ്. ഇനി ഞാൻ കാണിക്കുന്ന എല്ലാം ആ ഒരു റേഞ്ചിലുള്ളതാട്ടോ. അടിപൊളി ക്ലോത്താണ്, നല്ലതാണ്, ഡെയിലി വെയറിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. തേർഡ് വൺ ഒരു യെല്ലോ കുർത്തി. ഇത് ഞാൻ ഒരുപാട് സൈറ്റുകളിൽ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ മീഷോയിൽ നിന്ന് വാങ്ങിയത്. മീഷോയിലുണ്ട്, ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്, മിന്ത്രയിൽ ഞാൻ ഓർക്കുന്നില്ല. നല്ലൊരു പാറ്റേണിൽ വരുന്നൊരു കുർത്തിയാണ്. ഷോർട്ടായിട്ട് ഫുൾ സ്ലീവാണ്. സ്ലീവിൻ്റെ അടിയിലും എലാസ്റ്റിക് വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ഫ്രണ്ടിൽ ചെറിയൊരു പ്ലീറ്റ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. വലിയ രീതിയിലില്ല, ചെറിയ രീതിയിൽ. ഓപ്പൺ ഒന്നുമില്ല, കുറച്ചൊരു ഫ്ലെയർ ടൈപ്പായിട്ട് ലൂസ് ജീൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് പോകുന്ന ഒരു നല്ലൊരു കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 293 റുപ്പീസേ ഉള്ളൂ. പക്ഷേ ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ്, നല്ല
ഞാൻ ഫസ്റ്റ് കാണിച്ച കുർത്തി പോലെ ഭയങ്കര സോഫ്റ്റ് കോട്ടൺ അല്ല, സാധാ നമ്മൾ പറയില്ല കോട്ടൺ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലാണ്. നരക്കത്തൊന്നുമില്ല. ഒരു പ്രാവശ്യം വാഷ് ചെയ്തിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ ഓക്കെ അല്ല, വെരി ഗുഡ് ആണ്, ക്വാളിറ്റി അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. തന്നെ ഒരു കളർ ചേഞ്ച് ആയിട്ട് ബ്ലൂ ആൻഡ് വൈറ്റിൽ വരുന്ന ഒരു കുർത്തിയാണ്. ഹൈ കോളറൊക്കെ വന്ന് വീനക്കൊക്കെ ആയിട്ട് സെയിം നേരത്തെ കാണിച്ച അതേ പാറ്റേണിൻ്റെ അതിൻ്റെ സ്ലീവിലും ഇതാ ഇലാസ്റ്റിക് പാറ്റേൺ ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 272 ഉള്ളൂ കേട്ടോ. സെയിം പാറ്റേൺ ആണ്. ഫ്രണ്ടിൽ ചെറിയൊരു പ്ലീറ്റഡ് പാറ്റേൺ ആയിട്ട് ഓപ്പൺ ഇല്ലാണ്ട് വന്നേക്കുന്ന നല്ലൊരു കുർത്തിയാണ് കേട്ടോ. ഒരു ഫ്ലോറൽ അല്ലേ, ഇതൊരു നല്ല കോട്ടൺ മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. കയ്യിൽ കണ്ടോ ഇലാസ്റ്റിക് പാറ്റേൺ ആണ് കേട്ടോ, അടിപൊളിയാണ്. ഇപ്രാവശ്യം ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തേക്കുന്ന ഷോർട്ട് കുർത്തീസ് എല്ലാം ഒരു 300 ബിലോ ആണ്. ഒരെണ്ണം മാത്രം 324 റുപ്പീസിന് വന്നേക്കുന്നത്. ലിങ്കും കാര്യങ്ങളും സെർച്ച് കോഡോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എന്നോട് താഴെ ചോദിച്ചാൽ മതി. ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.